നമസ്കാരം. 2006 സോഷ്യൽ മീഡിയ അത്ര സജീവമായിരുന്നില്ല. എന്നിട്ടും VS അച്യുതാനന്ദൻ എന്ന നേതാവിന് വേണ്ടി അണികൾ നാടുനീളെ പന്തം കൊളുത്തി പ്രകടനം നടത്തി തെരുവിലിറങ്ങി. അതേ സാഹചര്യങ്ങൾ ഇവിടെയും ആവർത്തിക്കുന്നു. സതീശൻ അല്ല, മറ്റൊരു നേതാവാണ് മുഖ്യമന്ത്രി എന്ന് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. എങ്കിൽ പോലും സതീശനാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കാൻ വൈകുന്നതുകൊണ്ട് തന്നെ വൈകാരികമായ ഒരു ചലനം കേരളത്തിൽ പലയിടത്തും ഉണ്ടാവുന്നത് കണ്ടില്ലെന്ന് നടിക്കുക പ്രയാസമാണ്. ആദ്യത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ശബരിമലയോട് ചേർന്ന് കിടക്കുന്ന പമ്പാവാലിയിൽ ഇന്നലെ രാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനം സതീശിന് വേണ്ടി നടന്നു. അതുപോലെ സംസ്ഥാനത്തിന് പലയിടങ്ങളിലും പ്രതിഷേധവും പ്രകടനവും ആരംഭിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ തീക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് സതീശിനു വേണ്ടി. സതീശനല്ലാതെ ഒരാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലാണ് സോഷ്യൽ മീഡിയയിലെ അനുയായികൾ. ഈ തീക്കാറ്റിന് ചൂട് പകർന്നുകൊണ്ട് നടൻ സിദ്ദിഖും രംഗത്തെത്തി. പരസ്യമായി കോൺഗ്രസ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള അപൂർവം സിനിമാക്കാരിൽ ഒരാളാണ് സിദ്ദിഖ്. ധർമ്മജനും പിഷാരടിയും സലിം കുമാറും ഒക്കെയാണ് ഇക്കൂട്ടത്തിൽപ്പെടുന്ന മറ്റു നടന്മാർ. സിദ്ദിഖ് അറിയപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്. സിദ്ദിഖ് അതിവൈകാരികമായി ഇങ്ങനെയൊരു കുറിപ്പെഴുതി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉന്നതതല നേതാക്കളോടൊരു വാക്ക്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കും ഐക്യജനാധിപത്യ മുന്നണിക്കും ലഭിച്ച തിളക്കമാർന്ന വിജയത്തിൽ അകമഴിഞ്ഞു സന്തോഷിക്കുമ്പോഴും ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും അല്പം ബേജാറിലാണ്. ശ്രീ പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളോടുമുള്ള എതിർപ്പാണ് കോൺഗ്രസ് ഇത്തവണ നേടിയ വിജയത്തിന്റെ പ്രധാന കാരണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ നയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവുണ്ടെന്ന ഉറച്ച വിശ്വാസം കൂടെ ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്ന കാര്യം ആരും വിസ്മരിക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റിൽ ജയിച്ച് UDF അധികാരത്തിൽ വരും, ഇല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചങ്കുറപ്പോടെ പറഞ്ഞ ഒരേ ഒരു നേതാവ്, ഒരു സാമുദായിക നേതാക്കളുടെയും തിണ്ണ നിരങ്ങാതെ ഒരാളുടെയും ഭീഷണിക്ക് വഴങ്ങാത്ത ഒരു നിലപാടെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരു നേതാവ്, അദ്ദേഹമായിരിക്കും ഞങ്ങളുടെ അടുത്ത മുഖ്യമന്ത്രി എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും. ആ വിശ്വാസം തകർക്കരുത്. അധികാര വടംവലിക്കിടയിൽ ഗ്രൂപ്പ് കളിച്ചും കുതികാൽ വെട്ടിയും മറ്റൊരാളെ പദവിയിലേക്ക് വരരുത്. ഞങ്ങൾ സഹിക്കില്ല, പൊറുക്കില്ല. എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല. VD സതീശൻ എന്ന ഒരേ ഒരു നേതാവിനെ അല്ലാതെ രാഹുൽ ഗാന്ധിയെ പോലും മുഖ്യമന്ത്രിയെ സങ്കല്പിക്കാൻ ഞങ്ങൾക്കാവില്ല. കോൺഗ്രസ് നേതൃത്വം ഇവിടുത്തെ നേതാക്കളുടെ അഭിപ്രായം മാത്രം കണക്കിലെടുക്കാതെ ജനങ്ങളുടെ ആഗ്രഹം കൂടി മനസ്സിലാക്കി ഉചിതമായ തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ തിരിച്ചടി നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറമായിരിക്കും. ഓർമ്മ വെച്ച നാൾ മുതൽ കോൺഗ്രസ് എന്ന പാർട്ടിക്കൊപ്പം നിന്ന K കരുണാകരനും ഉമ്മൻചാണ്ടിയെയും ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു സാധാരണക്കാരന്റെ കൈകൂപ്പിയുള്ള അപേക്ഷയാണ്. മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തേക്ക് ഒരേ ഒരു പേര് മാത്രം, VD സതീശൻ എന്ന ജനനായകന്റെ പേര്. നല്ലത് വരട്ടെ, നല്ലതേ വരാവൂ. സോഷ്യൽ മീഡിയയിൽ പിണറായിസത്തിനെതിരെ ഏറ്റവും അധികം പോരാടിയ ഒരു ആക്ടിവിസ്റ്റാണ് ജോളി അതിവൈകാരികമായി ഇങ്ങനെ കുറിച്ചു. 6 മാസത്തിനുള്ളിൽ താങ്കൾ ഇലക്ഷൻ നേരിടേണ്ടി വരും. കേരളത്തിലെ ജനങ്ങൾ കഴുതകളല്ല എന്ന് ദയനീയമായ രീതിയിൽ പിണറായി വിജയനെ ഇറക്കിവിട്ടതിലൂടെ താങ്കൾക്ക് മനസ്സിലായി കാണുമല്ലോ. താങ്കൾ തോൽപ്പിക്കും. ആ തോൽവി കോൺഗ്രസ് പാർട്ടിക്കും താങ്കൾക്കും ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജ് താങ്കൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. നാണം കെട്ട് ഇറങ്ങിപ്പോവേണ്ടി വരും. മാറിക്കൊടുക്കുക. രമേശനോ സതീശനോ മുഖ്യമന്ത്രിയാവട്ടെ. ടൈറ്റസ് കാർലോസ് എന്ന കോൺഗ്രസ് പ്രവർത്തകൻ ഇങ്ങനെ എഴുതുന്നു. 2 തുടർ പരാജയങ്ങൾ തളർത്തിയ ഒരു പാർട്ടിയെയും മുന്നണിയെയും നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുപോയ ഒരു കൂട്ടം പ്രവർത്തകരെയും ഒപ്പം കോൺഗ്രസിന്റെ 21 MLA-മാരെയും മാത്രം നൽകിക്കൊണ്ട് 2021 പ്രതിപക്ഷ നേതാവ് എന്ന ബാറ്റൻ കൈമാറപ്പെട്ടത്. അന്ന് അയാൾ അതിനെ ഒരു ചലഞ്ചായി ഏറ്റെടുത്തു. അയാൾക്കറിയാമായിരുന്നു താൻ നേരിടാൻ പോകുന്നത് വലിയൊരു അഗ്നിപരീക്ഷയാണെന്ന്. എന്നാലും തളർന്നില്ല. അയാൾക്കുള്ളിലെ കോൺഫിഡൻസ് അയാളെ തളരാൻ അനുവദിച്ചില്ല. പ്രതിപക്ഷ നേതാവിന്റെ ഹോട്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട് അയാൾ വലിയൊരു സമരം പ്രഖ്യാപിച്ചു. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടവയാണെന്ന വലിയ പ്രഖ്യാപനം ഉറക്കെ പറഞ്ഞുകൊണ്ട് വർഗീയതയ്ക്കെതിരെയുള്ള തന്റെ സന്ധിയില്ലാ സമരത്തിന് താൻ നേരിട്ട് നേതൃത്വം നൽകുമെന്നും വർഗീയതയെ കേരളത്തിന്റെ മണ്ണിൽ നിന്നും കുഴിച്ചു മൂടുക തന്നെ ചെയ്യുമെന്നും അയാൾ അന്ന് അവിടെ പ്രഖ്യാപിച്ചു. ഒരു സമുദായ നേതാവിന്റെ തിണ്ണ നിരങ്ങാൻ അയാൾ പോയില്ല. ഒരു മതമേലധ്യക്ഷന്മാരുടെ മുന്നിലും അയാൾ മുട്ടുമടക്കി നിന്നില്ല. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു പ്രസ്താവന പോലും അയാളുടെ നാവിൽ നിന്നും ഒരിക്കലും നാം കേട്ടില്ല. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചും ആദരവ് നൽകേണ്ടവർക്ക് ആദരവ് നൽകിയും ജാതിമത ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സമീപനം അയാൾ സ്വീകരിച്ചു. അയാളെ വെല്ലുവിളിച്ചവർക്ക് അതേ നാണയത്തിൽ മറുപടിയും കൊടുത്തു. സമുദായ നേതാക്കൾ പറഞ്ഞ വെല്ലുവിളികളെ ഒരു ചലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട് അത് സാധിച്ച് കാണിച്ചു കൊടുത്തു. ബന്ധുക്കൾക്കും ഹർത്താലുകൾക്കും ആഹ്വാനം നൽകി അയാൾ ഒരിക്കലും ജനജീവിതം ദുസ്സഹമാക്കാൻ നിന്നില്ല. കാലഹരണപ്പെട്ട സമരമാർഗങ്ങൾക്ക് അയാൾ ഒരിക്കലും നേതൃത്വം നൽകിയില്ല. അയാളുടെ കാലയളവിൽ ഇവിടെ ഒരു പൊതുമുതൽ പോലും നശിപ്പിക്കപ്പെട്ടില്ല. അണികൾക്കും സഹപ്രവർത്തകർക്കും വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അവരെ തിരുത്താനും മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്താനും അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചു. തെറ്റുകാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരിക്കൽ പോലും അയാൾ ആരുടെ ഭാഗവും ന്യായീകരിക്കാൻ നിന്നില്ല.
സഭയ്ക്കുള്ളിലും പുറത്തും ഭരണകൂടത്തെയും മുഖ്യമന്ത്രിയെ അടക്കമുള്ള വകുപ്പ് മന്ത്രിമാരെയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വെള്ളം കുടിപ്പിച്ചു. എതിർക്കപ്പെടേണ്ടവയെ എതിർത്തു, അനുകൂലിക്കേണ്ടവയെ കാര്യങ്ങൾ സർക്കാരിനൊപ്പം ചേർന്ന് നിന്നു. ദുരന്തങ്ങളെ നേരിടേണ്ട വേളകളിൽ സർക്കാരിനൊപ്പം കൈകോർത്ത് തന്നെ പ്രവർത്തനം നടത്തി. തന്റെ നേതൃത്വത്തിൽ നേരിട്ട എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മിന്നുന്ന വിജയം പാർട്ടിക്കും മുന്നണിക്ക് സമ്മാനിച്ചു. താൻ നടത്തിയ ഓരോ പ്രവചനങ്ങളും അച്ചട്ടായി അതുപോലെ സംഭവിച്ചു. അതോടുകൂടി അണികൾക്കും പാർട്ടി പ്രവർത്തകർക്കും മുന്നണി നേതാക്കൾക്കും അയാളിലുള്ള വിശ്വാസം വർദ്ധിച്ചു. പൊതുസമൂഹത്തിന്റെ സ്ത്രീജനങ്ങൾക്കും വീട്ടമ്മമാർക്കും അയാളുടെ ഓരോ പ്രസ്താവനകളിലും പ്രഖ്യാപനങ്ങളിലും കൂടുതൽ താല്പര്യം വന്നു തുടങ്ങി. അതൊരു സാധാരണ രാഷ്ട്രീയ നേതാവിനുള്ള വെറും വിശ്വാസത്തേക്കാൾ അപ്പുറമുള്ള ആത്മവിശ്വാസമായി വളർന്നു. കോൺഗ്രസ് പാർട്ടിയിലെ മറ്റൊരു നേതാവിനും ഉണ്ടാകാത്ത ഒരു വിശ്വാസവും സ്നേഹവും ജെൻസി തലമുറ മുതൽ പുതുതലമുറയ്ക്കും പഴയ തലമുറയ്ക്കും അയാളിൽ ഒന്നുപോലെ അനുഭവപ്പെടാൻ തുടങ്ങി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളം ഒരുങ്ങുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ നിലവിൽ ഭരണത്തെ മാറ്റാൻ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് UDF. തങ്ങളെ ഇനി ഭരിക്കേണ്ടത് ആരാണെന്നുള്ളത് ഒരേ ഒരു മുഖമേ പൊതുജനത്തിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മുഖം. വിജയിച്ചു വന്ന എല്ലാ MLA-മാരോട് പറയുകയാണ്, നിങ്ങളുടെ ചിഹ്നങ്ങളിൽ പൊതുജനം വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം മുഖം ഓർത്തുകൊണ്ടുള്ള വോട്ടല്ല, മറിച്ച് പോളിംഗ് ബൂത്തിൽ പോയി UDF-ന് അനുകൂലമായി വോട്ട് ചെയ്ത ഓരോ വോട്ടർമാരും വോട്ട് ചെയ്തത് VD സതീശന്റെ മുഖം കൂടി ഓർത്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയെ പടനയിച്ച അയാൾ തന്നെ ഭരണത്തിലും പാർട്ടിയിലും മുന്നണിയിലും മുഖ്യമന്ത്രി പദത്തിലും ഇരുന്നു കൊണ്ട് നയിക്കട്ടെ. നിലവിലെ രാഷ്ട്രീയ സാഹിത്യം മുഖ്യമന്ത്രി സ്ഥാനം അത് ഒരേ ഒരു ലീഡർ VD സതീശന് അർഹതപ്പെട്ടതാണ്. VD സതീശൻ നയിച്ചാൽ വരാനിരിക്കുന്ന 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരുന്ന 2030 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ UDF ആധികാരിക വിജയം നേടും. അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ഇത്തരത്തിൽ അനേകായിരം കുറിപ്പുകളാണ് വരുന്നത്. പിണറായി വിജയനെ തുറന്നു കാട്ടുന്നതിൽ ഒരു മടിയും കാണിക്കാതിരുന്ന ബൈജു സ്വാമിയുടെ ഒരു കുറിപ്പ് കൂടി വായിക്കാം. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെങ്കിലും അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതുപോലെ അന്തങ്ങളുമായി യുദ്ധം നടത്തിയ കോൺഗ്രസ്സുകാരൻ അല്ലെങ്കിലും ദാസപ്പനെതിരെ പട നയിച്ച കാലാൾ എന്ന നിലയിൽ എനിക്കും ചിലത് പറയാനുണ്ട്. തീവ്ര കൊങ്ങികൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ തുറന്നെഴുതട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തുടർന്ന് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗൂഢതാൽപര്യം മുൻനിർത്തി തിരിമറികൾ നടത്തി വ്യക്തിയാണ് KC വേണുഗോപാൽ എന്ന് ഞാൻ എന്നോട് സംസാരിക്കുന്ന സകല സുഹൃത്തുക്കളോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ VD സതീശനും കുറച്ച് ചെറുപ്പക്കാരും മുസ്ലിം ലീഗും ചേർന്ന് നടത്തിയ അത്യുജ്വല വിജയം മനക്കിലെ ആനയുടെ ഗർഭത്തിന്റെ ഉത്തരവാദിയെന്ന് അവകാശപ്പെടുന്ന എട്ടുകാലി മമ്മൂഞ്ഞായി വേഷം കെട്ടി തൊലിഞ്ഞ ഹൈക്കമാൻഡ് തലയെണ്ണി മുഖ്യമന്ത്രി നിശ്ചയിക്കുമെന്ന ഡയലോഗുമായി ഇറങ്ങിയിട്ടുണ്ട്. ഈ മമ്മൂഞ്ഞ് വിചാരിച്ചാൽ കേരളത്തിന്റെ വെളിയിൽ ഭരണം പോയിട്ട് ഒരു പഞ്ചായത്തിൽ പോലും ഒരാളെയും ജയിപ്പിക്കാനാവില്ല എന്നറിയാൻ ആസാമിനോട് മാത്രം നോക്കിയാൽ മതി. ലെവന്റെ തന്ത്രം മൂലം ലോക ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത 5-4 ഭൂരിപക്ഷമാണ് BJP മുന്നണിക്ക് എന്നോർക്കണം. അതുപോലെ കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന മഹാരാഷ്ട്രയിലെയും ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും എല്ലാം അവസ്ഥ ലെവന്റെ സ്തുതിപാഠകരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി കേരളത്തിലേക്ക് വന്നാൽ ലെവന് മുഖ്യമന്ത്രിയാകാൻ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കണം. ലെവൻ ലോകസഭയിൽ നിന്ന് രാജിവെക്കണം. അതായത് 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കും. പൊതുജനത്തിന്റെ രാഷ്ട്രീയ ബോധത്തെ കൊഞ്ഞനം കാട്ടിയാൽ എന്താണ് സ്ഥിതി എന്ന് ദാസപ്പനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. അവർ രണ്ടും തോൽപ്പിച്ച് ദാസപ്പനെ പോലെ വീട്ടിലിരുത്താൻ സാധ്യതയുണ്ട്. ഇനി ഞാൻ എൻ്റെ നിലപാട് പറയട്ടെ. VD സതീശന് അർഹമായ മുഖ്യമന്ത്രി സ്ഥാനം തട്ടിയെടുത്തത് വേണുഗോപാൽ MLA ആകാൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഞാൻ മുഴുവൻ സമയം ക്യാമ്പയിനുമായി ഉണ്ടാകും. കാരണം ഇത്തരം സാമൂഹ്യ വിരുദ്ധ തൂത്തെറിയാൻ ജനാധിപത്യം നിലനിൽക്കാൻ അത്യാവശ്യമാണ്. വോട്ട് ചെയ്തവരെ തുണിപൊക്കി കാണിക്കുന്ന ഹൈക്കമാൻഡ് ഇറക്കുമതിയെ തിരിച്ചും തുണിപൊക്കി കാണിക്കാൻ ജനാധിപത്യ ബോധമുള്ളവർ ഏതെങ്കിലും കുടുംബമാണ് പാർട്ടി എന്ന് കരുതാത്തവർ എൻ്റെ കൂടെ മുമ്പോട്ട് വരുമെന്ന് ഉറപ്പുണ്ട്. ഇത്തരത്തിൽ അതിതീവ്രമായ വികാരമാണ് വാസ്തവത്തിൽ KC വേണുഗോപാലിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നത്. VD സതീശനാണ് ജനപിന്തുണ. ഇനി അഥവാ വിജയിച്ചു വന്ന രമേശ് ചെന്നിത്തലയെ പരിഗണിക്കുന്നതിലും പ്രവർത്തകർക്ക് മടിയില്ല. എന്നാൽ ജനപിന്തുണ ഭൂരിപക്ഷവും VD സതീശൻ തന്നെ. കോൺഗ്രസിന്റെ നാടകം എന്ന് അവസാനിക്കുമെന്നറിയാൻ നിരാശയോടെ കാത്തിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ.